കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം പൊളിഞ്ഞു വീണു. 14-ാം വാർഡിലെ കെട്ടിടത്തിലെ ഒരു ഭാഗവും കൈവരികളും ചുമരുമാണ് പൊളിഞ്ഞു വീണത്. വിവരങ്ങളുമായി ടോമി മാങ്കൂട്ടം ചേരുന്നു. ടോമി, എപ്പോഴാണ് ഇന്നിപ്പോൾ ഈ കെട്ടിടം പൊളിഞ്ഞു വീണത്? ആർക്കെങ്കിലും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 14-ാം വാർഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് രാവിലെ 11 മണിയോടുകൂടിയാണ്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഉപയോഗിക്കാതെ കിടന്ന ശുചിമുറിയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. നേരത്തെ ഇത് സർജറി ഓർത്തോ വിഭാഗമായാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഒരു കുട്ടിക്കും സ്ത്രീക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാസേനയും പോലീസും അടക്കമുള്ളവർ സ്ഥലത്തെത്തി മറ്റ് അത്യാഹിതങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. 3 നിലയിലുള്ള ഒരു പഴയ കെട്ടിടമായിരുന്നു ഇത്. അപകടമുണ്ടായതോടെ 14-ാം വാർഡിന്റെ മറ്റു ഭാഗങ്ങളിൽ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെ അടക്കം മാറ്റിയിട്ടുണ്ട്. മന്ത്രി VN വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും മെഡിക്കൽ കോളേജിലെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ കൂടുതൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 10-ാം വാർഡിന്റെ ശുചിമുറിയോട് ചേർന്നുള്ള പഴയ കെട്ടിടം നിലനിന്നിരുന്നെന്നും ഈ ഭാഗത്ത് നിന്നുള്ളവരാകണം അപകടത്തിൽപ്പെട്ടതെന്നും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ പറഞ്ഞു. പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ താഴത്തെ നില 2 നില ബലക്ഷയം കണ്ടെത്തിയിരുന്നതായതിനാൽ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണെന്നും സൂപ്രണ്ട് പറഞ്ഞു. അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ 14-10 വാർഡിലുണ്ടായിരുന്ന 120ഓളം രോഗികളെ സമീപത്തെ മറ്റു വാർഡുകളിലേക്ക് മാറ്റിയതായും സൂപ്രണ്ട് അറിയിച്ചു.